പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളത്, അല്ലേ? പക്ഷേ ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ ഓരോ ദിവസവും രാവും പകലും ഇടതടവില്ലാതെ നമുക്ക് വന്ന് നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കാറുണ്ട്. വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇനി ചില പ്രലോഭനങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഈശോ ഇതിനെ എങ്ങനെ ഞാൻ അതിജീവിക്കണം, ഞാൻ ഇച്ചിരിയൊക്കെ ഉള്ളല്ലോ, ഞാൻ ഇത്രയൊക്കെ ഉള്ളല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർ കൃത്യമായിട്ട് ഈ വചനഭാഗം മുഴുവനായിട്ടൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ടോക്ക് വളരെ ചെറുതാണ്, പെട്ടെന്ന് തീരും. നിങ്ങൾ എൻ്റെ കൂടെ ഈ വചനഭാഗം ഒന്ന് എടുത്തേക്കുക. 1 കൊരിന്തോസ് 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. 12-ാമത്തെ വാക്യത്തിൽ പൗലോസിലെ നമ്മളോട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് ആദ്യത്തെ കാര്യം പറഞ്ഞു തരും. എന്താണെന്നറിയോ? ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. പൗലോസിലെ നമുക്ക് പറഞ്ഞു തരുന്ന ആദ്യത്തെ പാഠം ഇതാണ്: ഓവർ കോൺഫിഡൻസ് പാടില്ലെന്ന്. നമ്മൾ വിചാരിക്കില്ല, എന്നെ പിശാചിൽ നിന്ന് ഓടാനൊന്നും പറ്റത്തില്ല, ഇനി ഞാനൊരു പാവത്തിലും വീണ് പോകത്തില്ല, ഇനി എന്നാ മുട്ടക്കാട്ടം പ്രലോഭനം വന്നാലും ഞാനിവിടെ ജിൽജില്ലായിട്ട് പിടിച്ചു നിൽക്കും എന്നൊക്കെയുള്ള ഓവർ കോൺഫിഡൻസ് നല്ലതല്ല എന്ന് പൗലോസിലെ പറയാണ്. നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ആർക്കും പ്രലോഭനം വരാം, ആരും വീണു പോകാം. എളിമയോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി പൗലോസിലെ ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം 13-ാമത്തെ വാക്യത്തിലാണ്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് വന്നിട്ടില്ല. മനുഷ്യർക്ക് വരാത്ത, അതായത് എല്ലാവർക്കും പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്കും വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്, എല്ലാവർക്കും വരുമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പ്രലോഭനം, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടെംപ്റ്റേഷൻ, ആ ഒരു പരീക്ഷണം, ഇത് വിശുദ്ധർക്കും വന്നിട്ടുണ്ട്, സാധാരണക്കാർക്ക് വന്നിട്ടുണ്ട്. വിശുദ്ധരൊക്കെ ഇതിനെ അതിജീവിച്ചിട്ടുണ്ട്. കുറേ അധികം ആളുകൾ ഇതിനെ അതിജീവിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വീണുപോയവരുണ്ട്, വിജയിച്ച് കയറിയവരുണ്ട്. ഇന്ന് നിനക്കുണ്ടാവുന്ന ഈ പ്രലോഭനം ചില പാപങ്ങളായിരിക്കാം, ചില ദുശീലങ്ങളായിരിക്കാം, ആവർത്തിച്ച് ചെയ്തു പോകുന്ന ചില തെറ്റുകളായിരിക്കാം. ഒരു കുഞ്ഞു പ്രലോഭനം വരുമ്പോഴത്തേനും ഭൂം എന്ന് പറഞ്ഞ് വീണ് പോകുന്ന അവസ്ഥയ്ക്കായിരിക്കാം. പൗലോസ്ലേ പറയാണ്, മനുഷ്യർക്ക് വന്നിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളും അത് നിങ്ങൾക്കും വരും. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട, അതിനോട് ചേർത്ത് പൗലോസ് പറയും: ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ചിലപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ബലൂൺ കുത്തി പൊട്ടുന്ന പോലെ നമ്മൾ അത്രയും ചിലപ്പോൾ വലിയ വിശുദ്ധിയിലൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു കുഞ്ഞ് പ്രലോഭനം വരുമ്പോഴത്തേനും താഴെ പോവായിരിക്കും. വലിയ തീരുമാനങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ താഴെ പോവായിരിക്കും. പക്ഷേ നമുക്കുള്ള കോൺഫിഡൻസ്, നമുക്കുള്ള ആത്മവിശ്വാസം എന്താണെന്നറിയോ? ദൈവം വിശ്വസ്തനാണ്. എന്ന് വെച്ചാൽ എന്നെ വീണ്ടും സഹായിക്കാൻ, എന്നെ വീണ്ടും തിരുത്താൻ, ചിലപ്പോൾ സ്നേഹിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു ശിക്ഷണങ്ങളൊക്കെ തന്നിട്ടായിരിക്കാം എന്നെ വീണ്ടും ഉയർത്തിയെടുക്കാൻ, ഈ കുഴിയിൽ നിന്ന്, ഈ സങ്കടത്തിൽ നിന്ന്, ഈ പ്രലോഭനത്തിൽ നിന്ന്, ഈ വീഴ്ചയിൽ നിന്നൊക്കെ എന്നെ പൊക്കിയെടുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഇച്ചിരി തല്ലിപ്പൊളിത്തരൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ ആ വിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിലും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ ഈശോ വിശ്വസ്തനാണ്. ഇതാണ് നമുക്കുള്ള കോൺഫിഡൻസ്. ഞാൻ വീണു പോവില്ല എന്നുള്ള കോൺഫിഡൻസ് അല്ല. അത് പൗലോസ് ആദ്യം പറയും, നിൽക്കുന്നതെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ കോൺഫിഡൻസ് എന്താണ്? ഞാൻ വീണാലും എന്നെ പിടിച്ചുയർത്തുന്നവൻ, എന്നെ ക്ഷമിച്ച് കരുണയോടെ എനിക്ക് വീണ്ടും അവസരങ്ങൾ തരുന്ന എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വളരെ സുന്ദരമാണ്: നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയാണ്, കർത്താവ് ചില പ്രലോഭനങ്ങളൊക്കെ അനുവദിക്കും, ചില പരീക്ഷണങ്ങളും വെല്ലുവിളികളൊക്കെ അനുവദിക്കും. പൗലോസ്യ പക്ഷെ ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായതൊന്നും തരത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കും, ദൈവമേ, എൻ്റെ കപ്പാസിറ്റിയൊക്കെ അറിയാൻ പാടില്ലേ, ഞാൻ ഇത്രയൊക്കെയല്ലോ ഉള്ളൂ, എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പ്രലോഭനം, ഇങ്ങനെ ഒരു പരീക്ഷണം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത്? പൗലോസിലെ തുടർന്ന് പറയും, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി കൂടി കർത്താവ് നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് നിറയണം കേട്ടോ. ഇപ്പം ചില പരീക്ഷണങ്ങൾ പാപത്തിൻ്റെ മാത്രമല്ല, ചില പ്രലോഭനങ്ങളിലൂടെ മാത്രമല്ല, ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ടാവും. കർത്താവ് എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലെന്നൊക്കെ തോന്നിപ്പോകുന്ന സമയങ്ങളുണ്ടാവും. പൗലോസിലെ ഉറപ്പ് തരികയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, നിനക്ക് താങ്ങാൻ പറ്റുന്നതേ കർത്താവ് തരത്തുള്ളൂ. താങ്ങാൻ പറ്റുന്നില്ല എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ തോന്നൽ തെറ്റാണ്. കാരണം അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടി, ഒരു ഇന്നർ പവർ കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഈശോയെ, നിനക്ക് എൻ്റെ കപ്പാസിറ്റി അറിയാലോ, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയും പ്രലോഭനങ്ങളൊക്കെ താങ്ങാനുള്ള ശേഷി എനിക്കുള്ളൂ, ഇത്രയും പ്രാർത്ഥനയൊക്കെ ഉള്ളൂ, ഇത്രയും വിശുദ്ധിയൊക്കെ ഉള്ളൂ, ഞാൻ ഇത്രയേ ഉള്ളൂ കർത്താവേ എന്ന് ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ടങ്ങ് പറഞ്ഞേക്കുക. എന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞേക്കുക. ജോബിനെയൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ലേ? ജോബിന് ഈ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ കർത്താവ് ഒരു മൂളി അനുവദിച്ചു കൊടുത്തപ്പോൾ കർത്താവിന് ഉറപ്പായിരുന്നു, ഇവൻ ഇതുകൊണ്ടൊന്നും വീഴാൻ പോകുന്നില്ലത്. ജോബ് അത് തെളിയിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്തില്ല, വീണു പോയില്ല, നാവുകൊണ്ട് തെറ്റ് ചെയ്തില്ല. ജോബിനെ പോലെ അല്ല നമുക്ക് ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ മതിയായിരിക്കും. അതുകൊണ്ട് കർത്താവിനോട് എളിമയോടുകൂടി പ്രാർത്ഥിച്ചേക്കുക, കർത്താവേ, ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് മീ, എന്നിൽ നിന്ന് ഒത്തിരി ഒന്നും പ്രതീക്ഷിച്ചേക്കല്ലേ, ഞാൻ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞുവാവയാണ്, ഞാൻ ചിലപ്പോൾ വീണ് പോകും. അപ്പോൾ അതിന് പറ്റുന്ന പ്രലോഭനങ്ങളും സഹനങ്ങളും ഒക്കെ എനിക്ക് അനുവദിക്കാവുള്ള എന്ന് പ്രാർത്ഥിക്കണം. പൗലോസ് തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. 14-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്: ആകയാൽ വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നിരിക്കുക, വിവേകമതികളെപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് 16-ാമത്തെ വാക്യമുണ്ട്. അത് നിങ്ങൾ സ്പെഷ്യലായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിടണം. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം
ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? എന്ന് വെച്ചാൽ ഈ പരീക്ഷണങ്ങൾ, വെല്ലുവിളികൾ, നമ്മളെ തകർത്തെറിയാൻ പറ്റുന്ന പിശാചിൻ്റെ പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ദൈവം വിശ്വസ്തനാണെന്ന് നമുക്ക് അറിയാവുമ്പോൾ, അവൻ നമുക്ക് താങ്ങാൻ പറ്റുന്നതേ തരുവുള്ളൂ, തന്നാൽ തന്നെ അതിനെ അതിജീവിക്കാൻ ശക്തി തരുമെന്നൊക്കെ നമുക്ക് വിശ്വാസം ഉള്ളപ്പോഴും, നമുക്ക് ശക്തി തരേണ്ട വലിയൊരു കാര്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്. ഈ പാനപാത്രവും ഈ അപ്പവും എന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒന്ന് മനസ്സിലാക്കുകയെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഹൃദയത്തിലേക്ക് എഴുതിയിടണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ അപ്പത്തിൻ്റെയും ആ പാനപാത്രത്തിൻ്റെയും ഭാഗമായി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാപത്തെ, പ്രലോഭനത്തെ, സഹനത്തെ, വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ ഒരു ശക്തി വിശുദ്ധ കുർബാന നിങ്ങൾക്ക് തരും. എന്ന് വെച്ചാൽ, ഈശോയെ നിങ്ങൾ സ്വീകരിച്ചാൽ ഈശോ തന്നെ നിങ്ങൾക്കൊരു ശക്തി നൽകും. യോഹന്നാൻസിയുടെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരില്ലേ, എൻ്റെ രക്തവും എൻ്റെ ശരീരവും രക്തങ്ങൾ പാനം ചെയ്യുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞാൻ ഡബിൾ പവറിലാണ്. കർത്താവാണ് എൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെയെങ്കിൽ ഈ സഹനത്തെ, വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ എനിക്ക് പറ്റും. അതാണ് പൗലോസ്ലീഹ നമുക്ക് പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയൊക്കെ നേരിടാൻ വേണ്ടി തരുന്ന ഏറ്റവും വലിയ സൊല്യൂഷൻ. വിശുദ്ധ കുർബാന സ്വീകരിക്കുക, കൂടുതൽ കൂടുതൽ കൃപ കിട്ടും. വിശുദ്ധ കുർബാന അയോഗ്യതയോടുകൂടി നമ്മൾ സ്വീകരിക്കരുത്. അതുകൊണ്ട് ഓരോ തവണ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോഴും നമുക്ക് ഓർമ്മ വരും, പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും, നീ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ളതാണ്, ഈശോയെ സ്വീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് പാപം ചെയ്യരുതെന്ന് പരിശുദ്ധാത്മ നമുക്ക് ബോധ്യങ്ങൾ തരും, ഉറപ്പ് തരും, നമ്മളെ ഓർമ്മപ്പെടുത്തും. ആ ഒരു ബോധ്യത്തിൽ വിശുദ്ധിയോടെ, ശക്തിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് കേട്ട എല്ലാ വചനവും നിങ്ങൾക്ക് ശക്തിയായിട്ട് മാറട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന മുൻപ് ഈശോയോട് പ്രാർത്ഥിച്ചേക്ക്, കർത്താവേ എനിക്ക് അതിജീവിക്കാൻ ഒരു ശക്തി നൽകണമേ. കുഞ്ഞു പ്രാർത്ഥന മറന്നു പോയേക്കല്ല്, എന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ കർത്താവെ, ഞാൻ ഇത്രയേ ഉള്ളെന്ന് എളിമയോടുകൂടി കർത്താവിൻ്റെ പോയി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങണം. നാളെ പുത്തനൊരു പ്രഭാതത്തിൽ, പുതിയൊരു ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റട്ടെ. പൗലോസ്ലീഹായിൽ നിറഞ്ഞു നിന്ന ഈശോയുടെ ചൈതന്യം നിങ്ങളിലേക്കും പകരപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.